പ്രശാന്തേ, നമുക്കിവിടെ ഇപ്പൊ ഇനിയിപ്പോ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടാതാവുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. നമ്മളൊക്കെ ഈ പറയുന്ന പോലെ അന്യ ജില്ലകളിൽ നിന്ന് വന്നിട്ട് എറണാകുളത്ത് ജോലി ചെയ്യുന്നവരാണ്. വാർത്ത അറിഞ്ഞു. അതെ, എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? പട്ടിണി കിടന്ന് ചാകേണ്ടി വരും കേട്ടോ, സത്യമായിട്ട്. അതാണ്, പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. ഇപ്പം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യമാണ് ഇപ്പൊ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറയ്ക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണമായിട്ട് എടുത്തു പറഞ്ഞു. ഇപ്പൊ യുദ്ധം തുടങ്ങി ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഗ്യാസിൻ്റെ, അതായത് വാണിജ്യ ഗ്യാസിൻ്റെ ലഭ്യത ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന ഏകദേശം 10% കുറഞ്ഞിട്ടുണ്ട്. ഇതുമൂലം സംഭവിക്കുന്നത് വെച്ചാൽ സംസ്ഥാനത്തെ ഹോട്ടലുകളാണ് കൂടുതലായിട്ടും ഈ വാണിജ്യ ഗ്യാസിൻ്റെ ഉപയോഗം കൂടുതലായിട്ടുള്ളത് സംസ്ഥാന ഹോട്ടലുകൾക്കാണ്. ഒരു ഹോട്ടലിൽ കുറഞ്ഞത് ഒരു ദിവസം 4 സിലിണ്ടറുകൾ വരെ ഒരു ഇടത്തരം ഹോട്ടലിൽ ഉപയോഗിക്കണമെന്നിരിക്കെ അല്ലാത്ത ഹോട്ടലുകളിലേക്കുള്ളതെന്ന് പറയുന്നത് അതിലിരട്ടിയാണ്. അപ്പം ഈ വാണിജ്യ സിലിണ്ടറുകൾ ലഭ്യത കുറയുന്നതനുസരിച്ച് ഇപ്പം ഈ പഴയ കാലഘട്ടത്തിൽ, അപ്പോൾ സ്വാഭാവികമായിട്ട് അയ്യപ്പണ്ണി ചോദിക്കാം, പഴയ കാലത്തെ എന്നാൽ പിന്നെ വിറകടുപ്പ് കാലഘട്ടത്തിലേക്ക് പോക്കോട്ടെ, അതിലും പ്രശ്നമുണ്ട്. ഹോട്ടലുകൾ ഹൈജീനിക് ആണോ എന്നൊരു നിയമമുണ്ട്. ഈ ഹൈജീനിക് നിയമം വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയ വിറകടുപ്പുകൾ ഈ പറയുന്ന ഇടത്തരം ഹോട്ടലുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായ ഒരു കാര്യമല്ല. അതൊരു ചെറിയ തട്ടുകടയോ അല്ലെങ്കിൽ ഒരു ചെറിയ ചായക്കടയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓക്കെ, ഇതൊക്കെ നടക്കും. എന്താ പറയുന്നത്, ഒരു 150 ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ ഒരു 1.5 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 2 ലിറ്ററിൻ്റെ പാല് കൊണ്ട് 10-30 പേർക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് ഒരു 1.5 കിലോ മാവിൻ്റെ ദോശയും ചുട്ട് തീർന്ന് ഒരു 11 മണിയാകുമ്പോഴേക്കും അടച്ചു പോകുന്നൊരു ഹോട്ടലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷേ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ഈ ഏരിയകളിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നൈറ്റ് ലൈഫ്, തൃശ്ശൂരിൻ്റെ ഒക്കെ പ്രത്യേകത വെച്ചാൽ നൈറ്റ് ലൈഫ് കൂടുതലായിട്ട് ആളുകൾ എൻജോയ് ചെയ്യുന്ന കുറച്ച് ഏരിയകളാണ് ട്രിവാൻഡ്രം, കൊച്ചി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഈ പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫിനെ എൻജോയ് ചെയ്യുന്ന കുറച്ച് ഏരിയകളാണ്. അപ്പോൾ അവിടെ ചായകുടി സംസ്കാരം ഇപ്പോൾ ഭയങ്കരമായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. നൈറ്റിലൊന്ന് പുറത്തിറങ്ങുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് പുറത്തിറങ്ങുക, ഒരു 1 മണി 2 മണിയാകുമ്പോൾ കുറച്ച് നേരം ചായ കുടിക്കുക. യുവാക്കളാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുക, ഒരു സിഗരറ്റ് വലിക്കുക, ശേഷം ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല, സിഗരറ്റ് വലിയ പ്രൊമോട്ട് ചെയ്യുകയല്ല, ഒരു സിഗരറ്റ് വലിക്കുക, ശേഷം വീട്ടിൽ വന്ന് ഉറങ്ങുക, രാവിലെ ആയിട്ട് ജോലിക്ക്. ആ ഒരു എന്താ പറയുക, ആ ഒരു സംസ്കാരം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടുത്തി പോലെ ഇപ്പോൾ ഈ പറയുന്ന വാണിജ്യ ഗ്യാസിൻ്റെ ലഭ്യത 10% കുറയുകയും ഇപ്പം ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 1-2 ദിവസത്തേനുള്ള ഗ്യാസുകൾ മിക്ക ഹോട്ടലുകളിലും മിച്ചമുള്ളെന്നാണ് അവർ പറയുന്നത്. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടലുകൾ എന്ത് ചെയ്യേണ്ടി വരും, അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യം വരും. ഇപ്പം കൊച്ചിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിഫൈനറി ഉള്ളത് നമ്മുടെ കൊച്ചിയിലാണ്. ഏറ്റവും കൂടുതൽ ലഭ്യത കൂടി കിട്ടേണ്ടതും നമ്മുടെ കൊച്ചിയിലാണെന്നിരിക്കുക കൊച്ചിയിലെ എല്ലാ ഹോട്ടലുകളും, കൊച്ചി നഗരത്തിലെ എല്ലാ ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണുള്ളത്. കാരണം അവിടെ പോലും ചോദിക്കാനുള്ളത് ഇനിയിപ്പോ വില വർദ്ധിക്കുമോ? ഭക്ഷണ സാധനത്തിന്റെ വിലയൊക്കെ സ്വാഭാവികമായിട്ട് വില വർദ്ധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം അടച്ചുപൂട്ടുന്നതിനിപ്പുറം പരമാവധി ഉണ്ടാക്കാനല്ലേ ആരാണെങ്കിലും നോക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ വീട്ടമ്മമാർക്കൊരു ആശ്വാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സർക്കാരിന്റെ പുതിയ ഓർഡർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസ് ഫില്ലിങ് വർദ്ധിപ്പിക്കുക, വാണിജ്യ ഉപയോഗ സിലിണ്ടറുകളുടെ ഫില്ലിങ് പൂർണ്ണമായിട്ട് നിർത്തിവെക്കുക. അതായത് വാണിജ്യ സിലിണ്ടറുകൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം എന്ത് ചെയ്യുക, ഇത് ഈ പറയുന്ന ഗ്യാസ് വീട്ടിലേക്കുള്ള ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസുകളെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചിൻ ഗ്യാസ് റിഫൈനറിയിൽ പ്രൊഡക്ഷൻ, വാണിജ്യ ഗ്യാസുകളുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്നു, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സംസാരിച്ചു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോകുമെന്ന് പറഞ്ഞു. ഇപ്പം ഇതൊക്കെ അറിയാത്തതൊന്നുമല്ല. ഇപ്പം ഉദാഹരണം നമ്മുടെ കൊച്ചി നഗരത്തിലുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് മെട്രോ സിറ്റീസിലെ, ഇന്ത്യക്കകത്ത് മറ്റ് മെട്രോ സിറ്റീസ് ഇഷ്ടംപോലെയുണ്ട്. ബാംഗ്ലൂർ, അഹമ്മദാബാദ്, കോട്ടയം, എല്ലാം നമ്മൾ ഈ പേരെടുത്ത് പറയുന്നില്ല, എല്ലായിടത്തും നമുക്കുണ്ട്. അപ്പോൾ ഒറ്റ ചോദ്യത്തിലേ ഉള്ളൂ, ഇവർക്ക് ഗ്യാസ് വേണ്ട, പകരം രാമരാജ്യം മതിയോ? രാമരാജ്യം വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രാമരാജ്യം മതി. നമുക്ക് പ്രധാനമായിട്ടും നമുക്കുള്ളത് 4 മെയിൻ മെട്രോ സിറ്റികളാണ് നമുക്കുള്ളത്. ബാംഗ്ലൂർ, അഹമ്മദാബാദ്, കൊച്ചി, കൊൽക്കട്ട. ബാക്ക് പണ്ടൊരു തീവ്രവാദി ആക്രമണം, പശു അവരുടെ ദൈവമായിട്ട് ഇനി ഗോമൂത്രം പരീക്ഷിക്കേണ്ടി വരും. അല്ല, ബയോഗ്യാസിനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, ഉണ്ട്. പശു ദൈവമാണ് അവരുടെ. അതെ, ഗോമൂത്രം പരീക്ഷിക്കേണ്ടി വരും അല്ലേ? നമ്മുടെ ഇതിനിടയിലൂടെ, അതായത് നെഞ്ചു പടച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ അതിനിടയിലൂടെ രാഷ്ട്രീയം കുത്തിക്കയറ്റുക. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മൾ പറയുന്ന പോലെ ഈ യുദ്ധം ഇത് എത്രാമത്തെ ആഴ്ചയാണ്? ചേട്ടാ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ നമ്മൾ പറയും നമ്മൾ ഭയങ്കര ശക്തിയാണ്, നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, വി ആർ ടോപ്പ്, അല്ലെങ്കിൽ വി ആർ ബ്രേവ്, വി ആർ ബ്രില്യൻറ്റ്, വി ആർ സ്ട്രോങ് എന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്നല്ല എല്ലാ രാജ്യങ്ങളും
സാമൂഹിക രാജ്യങ്ങളാണ്. ഒന്നുമായി കണക്റ്റഡ് ആയിട്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒരു 8ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെയും സാമൂഹ്യ പാഠപുസ്തകം വായിച്ച് പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ ലോകരാജ്യങ്ങളും ഒന്നുമായി കണക്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളിലും അങ്ങനെ പോകാൻ കഴിയും. അതെ, ഇപ്പം നമുക്കിപ്പോൾ ശരിക്കും പറയുക, നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വരണം? അല്ല, ഇതിലൊരു വേറൊരു കാര്യം കൂടെ പറയേണ്ടി വരും. ഖൊമേനി എന്ന് പറയുന്ന നേതാവ് മരണപ്പെട്ട് കഴിഞ്ഞ് എത്രയെങ്കിലും ദിവസം കഴിഞ്ഞാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ പോട്ടെ ഇന്ത്യ തന്നെ ഒരു അനുശോചനം രേഖപ്പെടുത്തുന്നത്. എത്രയെങ്കിലും ദിവസം കഴിയുന്നു. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഞാൻ പക്ഷം പറയുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചേട്ടാ പറയാതിരിക്കാൻ വയ്യാത്തോണ്ട് പറയാം. ഇന്ത്യയുടെ പ്രഥമ പൗരനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചില സമയങ്ങളിലൊക്കെ മാനുഷിക പരിഗണന നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയാനുള്ള വലിപ്പമൊന്നും ഞാൻ പറഞ്ഞത് വ്യക്തമായ രാഷ്ട്രീയം ചേട്ടാ. ഈ ഒരു പ്രശ്നം ഞാൻ പറയാം, ഈ ഒരു പ്രശ്നം കുഴപ്പമില്ല. ഇപ്പം അമേരിക്കയെ താങ്ങിയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിൽക്കുന്നത്. അമേരിക്ക എന്ന് പറയുന്ന ലോകരാഷ്ട്രത്തെ താങ്ങിയാണ് അദ്ദേഹം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കത്തിച്ച് കൊടുത്തതാരാന്നുള്ളതും കൂടെ ചിന്തിക്കണം. പിഞ്ചു കുഞ്ഞുങ്ങളെ പച്ചയ്ക്ക് ചുട്ടരിച്ചുകൊണ്ട് ഈ യുദ്ധം ആരംഭിച്ചത് അമേരിക്ക തന്നെയാണ്. ഇപ്പം ഇറാന് വേണ്ടി ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാന് വേണ്ടി ഞാൻ ശബ്ദം ഉയർത്തി കഴിഞ്ഞാൽ എന്നെ ഒരു പക്ഷേ സുഡാപ്പിയാക്കി കളയും. ഐ ഡോണ്ട് കെയർ. ആയിക്കോട്ടെ, നമ്മളപ്പോ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറണ്ട. അപ്പം ഇപ്പൊ ചേട്ടാ, ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഏജൻസികൾ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായും നിസ്സഹായരാണ് ചേട്ടാ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏജൻസികൾക്ക് ഈ പറയുന്ന മെയിൻ പ്രൊഡക്ഷനിൽ നിന്ന് മാത്രമേ ഗ്യാസ് ലഭ്യമാവുള്ളൂ. അത് കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസിനെ പുറത്തേക്ക് പ്രൊഡക്ഷൻ നടത്തി അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏജൻസികൾ പൂർണ്ണമായിട്ട് നിസ്സഹായരായിരിക്കുന്നു. അപ്പോഴും നമ്മുടെ വീട്ടമ്മമാർക്ക് ആശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ ഫില്ലിങ് പൂർണ്ണമായി നിർത്തുകയാണ്. ഇത്രയും പറയുമ്പോൾ ഇനിയാണ് നമുക്കിതിനകത്ത് മറ്റൊരു ഇഷ്ടമുള്ളൊരു കാര്യം പറയാനുള്ളത്. പല ഹോട്ടലുകളും ഈ വാണിജ്യ ആവശ്യത്തിനായിട്ടുള്ള ഗ്യാസിൽ മാത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഹോട്ടലുകളല്ല. പലതും ഗാർഹിക ആവശ്യത്തിനായിട്ട് വരുന്ന സിലിണ്ടറുകൾ ഭീമമായ തുകയ്ക്ക്, അതായത് ഇപ്പം എന്താ പറയുക, വീട്ടുകാർക്ക് ഇച്ചിരി ലാഭം കൊടുത്ത് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന പല ഹോട്ടലുകളും എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. ഇന്ത്യൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന HP-യുടെയും ഒക്കെ വാണിജ്യ ആവശ്യത്തിനുള്ള, അതായത് ഈ പറയുന്ന വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ നിറം മറ്റൊരു നിറമാണ്. അതൊരു ബ്ലൂ കളറാണ്. ഈ റെഡ് കളർ ഗാർഹിക ആവശ്യമാണ്. അപ്പം ഇതിനകത്തെല്ലാം തന്നെ ഉള്ളതെന്ന് പറയുന്നത് പെട്രോളിയം ലിക്വിഫൈഡ് ഗ്യാസ് ആണ്. അതിൽ ഒന്നുകൂടെ ഇപ്പൊ പറയാം. ഇപ്പൊ കേൾക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, ഇങ്ങനെ 3 കമ്പനികളാണ് ഇവിടെ ഇന്ത്യയിലുള്ളത്. അത് അവരുടെ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ തന്നെ നിർത്തുന്നു എന്ന് പറയും. അല്ല, അവർ പ്രൊഡക്ഷൻ നിർത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അപ്പോഴും ഈ പറയുന്ന ഗാർഹിക ആവശ്യത്തിനുള്ളത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പ്രശാന്ത്, നമ്മൾ ഈ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കിട്ടൂല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പ്രശ്നം, നമുക്ക് കിട്ടാനുള്ള ഭക്ഷണം മാത്രമല്ല ചേട്ടാ, നമുക്ക് ലഭ്യമാകാനുള്ള ഗ്യാസും കിട്ടാൻ പോകുന്ന സാഹചര്യം വരാൻ പോകും. പ്രശാന്ത്, ഇതിൽ വേറെ ഒന്നുകൂടെ പറയേണ്ടി വരും. അതായത് നമ്മള് ഈ ഒരു ഉപജീവന മാർഗമായിട്ട് ഹോട്ടൽ പണിയെടുക്കുന്ന നിരവധി പേരുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ജോലി ഇരിക്കുന്ന പ്രദേശത്ത് തന്നെ എത്രയോ വടക്കേ ഇന്ത്യക്കാർ, നമ്മൾ പറയുന്ന ഈ പറഞ്ഞ അതിഥി സ്ത്രീകൾ വരെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രശ്നം അല്ലാതെ തന്നെ എത്രയോ ചെറുപ്പക്കാർ ഹോട്ടൽ ഉപജീവനമായിട്ട് കഴിയുന്നവരുണ്ട്. മാത്രമല്ല, ഏതായാലും ഇപ്പൊ ഈ വാർത്ത അതിഭീകരമായി ഏറിൽ കത്തി നിൽക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചില്ല ചേട്ടാ. ഇപ്പൊ നമ്മൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഇവിടെ ഈ പറയുന്ന ഒരു ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് വന്നിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് നിർത്തലായി പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓഫീസും പൂർണ്ണമായും തന്നെ പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥ വരും. നമ്മളൊക്കെ ഇത് ഭീഷണിയാണ്. കാരണം ഇവിടെ ഉള്ളവർ ആരും തന്നെ ഈ നാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവർ മറ്റു ജില്ലകളിൽ നിന്ന് ഇവിടെ ജോലി ഇവിടെ ആ 3-4 പേര് മാത്രമേ ഈ പറയുന്ന ജില്ലകളിൽ നിന്നുള്ളവരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. എല്ലാം ഒരു പ്രതീക്ഷയല്ലേ ചേട്ടാ? ഭയപ്പെടുന്ന പോലെ സംഭവിക്കില്ല എന്ന് കരുതാൻ കാര്യം കേന്ദ്ര സർക്കാർ, നമ്മൾ ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, അദ്ദേഹം അതിൽ ഇടപെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.